ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ രാവിലത്തെ പണി നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ഷോപ്പ് ആദ്യം തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കുക കേട്ടോ. എന്നിട്ട് വേണം അടുക്കളയിൽ പോയി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട്. എണിച്ചതും ഇത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് അകത്ത് പോയി എന്തെങ്കിലും വേണമെങ്കിലും ചെയ്യാമല്ലോ. ഇടയിൽ കസ്റ്റമർ വരികയാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ കോളിംഗ് ബെല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതടിച്ചാൽ നമുക്ക് വന്നാൽ മതിയല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ചിലപ്പോൾ രാവിലെ തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ചിലർ വരും കേട്ടോ. ചെറിയ പാനികളോ അങ്ങനെ എന്തെങ്കിലും സംഭവമൊക്കെ ചിലപ്പോൾ നേരത്തെ വാങ്ങിക്കാനായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കാറാണ് പതിവ്. അപ്പോൾ അതാ നമ്മുടെ ഓപ്പൺ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള പരിപാടിയൊക്കെ തന്നെയാണ് കേട്ടോ. ആ ഷീറ്റുകളൊക്കെ ഒന്ന് മാറ്റുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഒന്ന് മടക്കി വെക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ രാത്രി അടയ്ക്കുമ്പോഴാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അത് ആ സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാൻ കേട്ടോ. ഭരണികളൊക്കെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് വെക്കാനുള്ള ഭരണികളൊക്കെ നിറയെ ഉണ്ട് കേട്ടോ സ്റ്റോക്ക്. അപ്പോൾ അതൊക്കെ ഫ്രണ്ടിലൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. ഫ്രണ്ടിൽ വെക്കുമ്പോഴല്ലേ ആൾക്കാരൊക്കെ കാണുമ്പോൾ നമ്മുടെ മൺപാത്രങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലർ ഇറങ്ങില്ല കേട്ടോ. അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ കാണുമ്പോൾ അങ്ങനെ ഇറങ്ങുന്ന കസ്റ്റമറാണ് നമുക്ക് കൂടുതൽ കേട്ടോ. അങ്ങനെ ഇതാ രാവിലെ മുറ്റമൊക്കെ അടിച്ച് വരികയാണ്. അപ്പോൾ കുറച്ച് കുപ്പകളൊക്കെ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. മരത്തിലാണെങ്കിൽ ഇലയൊക്കെ കൊഴിഞ്ഞ് ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അടിച്ചു വരാനായിട്ട് വലിയ കുപ്പയും കാര്യങ്ങളൊന്നും ഇല്ല മുറ്റത്ത്. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞു, സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ രാവിലെ നമ്മുടെ വെള്ളം കൂടിയാണ് കേട്ടോ. എണിച്ചതും എന്താ പറയുക, ഒരു അര ലിറ്റർ വെള്ളമൊക്കെ കുടിക്കും കേട്ടോ. രാവിലെ ഒരു 9 മണിയാകുമ്പോഴേക്കും 1/2 ലിറ്റർ വെള്ളമൊക്കെ ഞാൻ കുടിക്കാറുണ്ട്. ഈ ബോട്ടിൽ വാങ്ങിച്ചപ്പോൾ പ്രത്യേകിച്ച് കേട്ടോ. മുമ്പാണെങ്കിൽ അത്ര ഒന്നും കുടിക്കില്ല കേട്ടോ. ബോട്ടിൽ വാങ്ങിച്ചപ്പോൾ എന്തായി, വെറുതെ വെള്ളം കുടിക്കാൻ കേട്ടോ പരിപാടി. അതിൽ കുടിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. വെറുതെ അത് കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ബോട്ടിൽ വാങ്ങിച്ചത് ഒരു ഉപകാരമായിട്ടോ. വെള്ളം കൂടി അങ്ങനെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ ഇതാ രാവിലെ കുറച്ച് നേരം ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി വെള്ളമൊക്കെ കുടിച്ചു ഇതാ വന്നു. അപ്പോൾ നോക്കുമ്പോൾ അതാ മോളാണെങ്കിൽ നല്ല ഉറക്കം കേട്ടോ. പിന്നെ അതാ നാത്തും കണ്ണമ്മ ചേച്ചി അവിടെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ എണീക്കാനായിട്ട് 9 മണി കഴിയും. അപ്പോൾ ഞാൻ ഒരു 6:30 കേട്ടോ, 6:30 സമയത്തൊക്കെ എണീച്ചാണ്. പിന്നെ അതാ ഷോപ്പൊക്കെ തുറന്നു വെച്ചു. അപ്പം ഞാൻ അടുത്തായിട്ട് ഈ ചക്കയൊന്നും മുറിക്കണം കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് വിഷുവിന് കണി വയ്ക്കാനായിട്ട് വാങ്ങിച്ച ചക്കയാണ് കേട്ടോ. അത് ഇത്തിരി പഴുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ വിഷുവിന് വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് പഴുത്തത് കേട്ടോ. അപ്പോൾ നല്ല മണം വരാൻ തുടങ്ങി. അപ്പോൾ ഇനിയും വെച്ചാൽ എന്തായാലും അത് കേട് വന്ന് പോവും. അപ്പോൾ ഏട്ടനും വിളിച്ചു പറഞ്ഞു കേട്ടോ, ചക്കയൊക്കെ കേടുവെത്തി കളയണ്ട, പഴുത്തിട്ടുണ്ടാവും, മുറിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാനിതാ ചക്ക മുറിക്കാമെന്ന് വിചാരിച്ചു. നല്ല മണം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചക്ക അങ്ങോട്ട് മുറിച്ച് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വെയിലൊക്കെ വന്ന ചൂടൊക്കെ, പിന്നെ അത് മുറിക്കാനും പറ്റില്ല. പിന്നെ കടയിൽ ചിലപ്പോൾ കസ്റ്റമറൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ പറയുക, തിരക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ചക്ക മുറിക്കാനിരുന്ന പിന്നെ ഇടയിൽ ഞാൻ എണീച്ച് പോകണം, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ഇതൊന്ന് വേഗം ഒന്ന് മുറിച്ച് ചുളയൊക്കെ മാറ്റി ചക്കക്കുരിയൊക്കെ വേറെ സെപ്പറേറ്റ് ആക്കി എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചത്. ആ ചക്കയൊക്കെ മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കത്തി കൊണ്ടാണ് മുറിക്കുന്നത്. കത്തി നല്ല മൂർച്ചയാക്കിയിട്ടൊക്കെ അമ്മിക്കല്ലിൽ ഉരച്ച് നല്ല മൂർച്ചയാക്കിയിട്ട് വന്നതാണ്. കൊടുവാളില്ല കേട്ടോ. കൊടുവാളൊക്കെ എന്താ പറയുക, അതിൻ്റെ പിടിയൊക്കെ പോയി വെട്ടാനൊന്നും പറ്റില്ല, മൂർച്ച തീരെ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കത്തിയാണ് അമ്മിക്കല്ലിൽ ഉരച്ചപ്പോൾ നല്ല മൂർച്ചയായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സിമ്പിളായിട്ട് മുറിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പഴുത്ത ചക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുറിക്കാനും കിട്ടി കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ചക്ക. ഇത് ഏട്ടൻ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് വന്നിട്ട് 250 രൂപ അത്ര അങ്ങനെ എന്തോ ആയി തോന്നുന്നു കേട്ടോ. അങ്ങനെ പറയേണ്ടിയിരുന്നു ഏട്ടൻ. അപ്പോൾ ചക്കയാണെങ്കിൽ നല്ല ചുളയും നല്ല ടേസ്റ്റും, എന്താ പറയുക, ഒരുമാതിരി വഴുവഴാന്നൊക്കെ ഉണ്ടാവില്ല, അതുപോലെ ഒന്നല്ല കേട്ടോ. നല്ല നന്നായിട്ടുണ്ടായിരുന്നു ചക്ക. നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ചക്കക്കുരു എന്താ പറയുക, അത് വേറെ എടുത്തു വെച്ചു കേട്ടോ കറി വയ്ക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ. അത് ഉണക്കിയിട്ട് അവിടെ അങ്ങനെ വെച്ചിരിക്കുകയാണ്, അത് വെച്ചിട്ടില്ല. അപ്പോൾ ഇടയിൽ ഞാനിതാ ചക്കയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ചക്കയൊക്കെ ചുളയെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വയ്ക്കുന്നത് കേട്ടോ. പിന്നെ ഇന്ന് വലിയ വ്ളോഗൊന്നും അല്ല കേട്ടോ, ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താലേ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. അപ്പോൾ ഞാനിത് പറയുന്നില്ല, എന്നാലും കൂട്ടുകാർക്കൊക്കെ അറിയുണ്ടാവും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ.
പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോഴല്ലേ നമുക്ക് എങ്ങനെയാണ് ഇനി വീഡിയോസ് എടുക്കേണ്ടത്, എന്തൊക്കെ പറയണം എന്നൊരു ഐഡിയ ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ചക്കയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതാ, ചോളയൊക്കെ മാറ്റി കുരിയൊക്കെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മോൾക്കാണെങ്കിൽ പഴുത്ത ചക്ക, പഴുത്ത മാങ്ങ അതൊന്നും അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ. കുട്ടികളാണെങ്കിൽ മധുരമുള്ളതല്ലേ കഴിക്കുക, പഴുത്ത മാങ്ങ, പഴുത്ത ചക്ക അതൊക്കെ ഭയങ്കര ഇഷ്ടമാവില്ലേ. പക്ഷെ ഇവൾക്ക് അങ്ങനെയല്ല കേട്ടോ. മാങ്ങയാണെങ്കിൽ പച്ച മാങ്ങ വേണം. അത് ഈ എന്താ പറയുക, മുളക് പൊടിയും ഉപ്പും എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാനാണ് അവൾക്ക് ഇഷ്ടം കേട്ടോ. പഴുത്ത മാങ്ങ ഒരു പീസ് പോലും കഴിക്കില്ല കേട്ടോ. വിഷുവിനാണെങ്കിൽ നിറയെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു വാങ്ങിച്ചത്. അപ്പം മോളൊന്നും ഒരു കഷ്ണം പോലും കഴിച്ചില്ല. പിന്നെ ചക്കയാണെങ്കിൽ പറഞ്ഞ് ഒരു 3-4 പീസ് കഴിച്ചു കേട്ടോ. അത്ര തന്നെ. അങ്ങനെ ഞാനിതാ ചക്കയൊക്കെ മുറിച്ച് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എന്തായാലും ഇന്ന് എണ്ണ തേച്ച് കുളിക്കണ ദിവസമാണ് കേട്ടോ. ഞാൻ ദിവസമൊന്നും തല നനയ്ക്കാറില്ല. 2 ദിവസം 3 ദിവസത്തിലൊരിക്കലേ തല കഴുകുള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് ഒരു അരമണിക്കൂർ വെച്ച ശേഷം കുളിക്കും കേട്ടോ. അപ്പോൾ കാച്ചിയ എണ്ണയാണ് കേട്ടോ തേക്കണേ. കറിവേപ്പിലയും പിന്നെ എന്താ പറയുക, കറ്റാർവാഴ, അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല, ചെമ്പരത്തി മുട്ട്, പിന്നെ ഉലുവ അതെല്ലാം കൂടി ഇട്ടിട്ട് കാച്ചിയ എണ്ണയാണ് കേട്ടോ തേക്കണേ. അപ്പം ഞാനും മോളും എല്ലാവരും ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഞാനാണെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ തല നനയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ തല നനയ്ക്കുന്ന ദിവസം എണ്ണയൊക്കെ തേച്ച് ഒരു അരമണിക്കൂർ വെച്ച ശേഷം പിന്നെ ഷാമ്പു കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് കഴുകി കളയും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പം പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം മോൾ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം ഞാനൊന്ന് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം മോൾ അവിടെ നിന്ന് എടുത്തതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ മുടിയൊക്കെ ഒന്ന് ഉണങ്ങിയപ്പോൾ ഞാനൊന്ന് ചീവി ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഒതുക്കാനായിട്ട് അത്ര വലിയ പനങ്കൊല്ലൊന്നും ഇല്ല കേട്ടോ, കുറച്ച് മുടിയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുടി വന്നിട്ട് കേളി ഹെയർ ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ ഒരു കൊറോണ സമയത്തില്ലേ, അപ്പം ഞാൻ സ്മൂത്തനിങ്ങൊക്കെ ചെയ്ത് എന്താ പറയുക മുടീനെ ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതുപോലത്തെ നീളം മുടിയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഇവിടെ ഒന്നും ആർക്കും ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ പഴയ മുടിയാണ് ഇത്രവർക്കൊക്കെ ഇഷ്ടം. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ ലുക്കേ മാറി കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് വൈകുന്നേരം ഞാൻ അടിച്ചു വരുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ നാളെ പറയാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.